NDA ഇടുക്കി നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചെറുതോണിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടികൾ NDA സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. കാൽനൂറ്റാണ്ടായി ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്ന റോഷി അഗസ്റ്റിൻ മന്ത്രിയായിട്ടും നാടിനു വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാതെ ജനങ്ങളെ കബളിപ്പിച്ചുവെന്നും പട്ടയ വിഷയത്തിലും ഭൂമി വിഷയങ്ങളിലും ഇടുക്കിയിലെ ജനജീവിതത്തിനെതിരായുള്ള സർക്കാർ നടപടികളിൽ റോഷി അഗസ്റ്റിൻ പിന്തുണ നൽകി മലയോര ജനതയെ വഞ്ചിച്ചുവെന്നും ആരോപിച്ചാണ് NDA ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഷി അഗസ്റ്റിൻ്റെ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ചെറുതോണിയിൽ ചേർന്ന പ്രതിഷേധ പരിപാടികൾ NDA സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രസ്താവന നടത്തി ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ഈ നിയമം പിൻവലിക്കണമെന്ന് പറഞ്ഞു. അതിന് തൊട്ടു മുമ്പ് ആ ഡിബേറ്റിലൊക്കെ പങ്കെടുത്തതാണ് ഞാൻ അതിനെതിരായിട്ടാണ് സംസാരിച്ചത്. അതിന് തൊട്ടു മുമ്പ് ശശീന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ വനമന്ത്രി, ഒരുപക്ഷെ ഇത്രയ്ക്ക് നിരുത്തരവാദപരമായ ഒരു മന്ത്രി ഈ ഭൂലോകത്തിൽ എന്നുകൊണ്ടായത് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യനുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു സമ്പർക്കവുമില്ല. മാനന്തവാടിയിൽ ഒരു കടുവ ഒരു നിർദ്ധനയായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി പകുതി ഭക്ഷിച്ചു. വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഈ മന്ത്രി കോഴിക്കോട്ടെ ഒരു ഹാളിൽ നൃത്തം ചെയ്ത് പാട്ട് പാടുമായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു മന്ത്രി ഞാനീ പറഞ്ഞതിന്റെ 2 ദിവസം മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല, വനം കുറച്ചുകൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന നടത്തി. BDJS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ അധ്യക്ഷനായിരുന്നു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി. മറ്റ് നേതാക്കളായ രതീഷ് വരകുമല, K കുമാർ, ഷാജി നെല്ലിപ്പറമ്പിൽ, P രാജൻ, മനേഷ് കുടിക്കയത്ത്, PA വേലുക്കുട്ടൻ, രത്നമ്മ ഗോപിനാഥ ഉൾപ്പെടെ നിരവധി പേരും പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മന്ത്രിയുടെ ഓഫീസിന് മുൻപ് പോലീസ് തടഞ്ഞു. പ്രകടനത്തിലും സമ്മേളനത്തിലും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.